ഹലോ ശരി. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോവും? നമ്മൾ മോളിക്കാണ് മോളിക്കറാം. ഹലോ, ഏകദേശം 4 ദിവസമായി നമ്മൾ കേരളക്കര ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം പാലക്കാട് നിന്നും വിനോദയാത്രയ്ക്ക് വേണ്ടി കർണാടകയിലേക്ക് പോയ നമ്മുടെ ദേവനന്ദ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവനോടെയുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥന ഇന്ന് വിഫലമായിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടുകൂടി ദേവനന്ദയുടെ മൃതശരീരം ഏകദേശം 1500ഓളം താഴ്ചയിൽ നിന്നാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏകദേശം പാലക്കാട് നിന്ന് 40 പേരടങ്ങുന്ന ഒരു സംഘമാണ് വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനായ രമേശനോടൊപ്പം കർണാടകയിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ 5:20 കൂടി അവർ സ്ഥലത്തെത്തുകയാണ്. അവിടെ വെച്ച് 5:25 കൂടി ഫോട്ടോഷൂട്ട് നടത്തുന്ന സമയത്ത് പോലും ഈ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നു. അവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നതെല്ലാം കണ്ടതാണ്. അതിനുശേഷം 5:25 കൂടി ഐസ്ക്രീം വാങ്ങാനോ മറ്റോ അവിടെ നിന്ന് സ്വല്പം അവർ മാറിയിരുന്നു. 5:25 എന്ന് പറയുന്ന സ്ഥലം 5:30 ആവുന്ന സമയത്തോടു കൂടി ഈ കുട്ടി മിസ്സിംഗ് ആവുകയാണ് ഉണ്ടായത് എന്നാണ് അച്ഛൻ രമേശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും ആ സമയത്ത് നമ്മുടെ കേരള പോലീസിനെയും അതുപോലെ തന്നെ കർണാടക പോലീസിനെയും എല്ലാം അവർ വിവരമറിയിക്കുന്നു. അതിനുശേഷം കർണാടക പോലീസും ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും 2 ദിവസം 3 ദിവസമായിട്ട് അവിടെ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമായ യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാണ് രമേശൻ പറയുന്നത്. കാരണം ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത് കുട്ടി മിസ്സായതിനു ശേഷമുള്ള സ്ഥലത്ത് നിന്നും ഏകദേശം 100-200 അടി അപ്പുറത്ത് നിന്നാണ്. അത് തന്നെയാണ് സംശയത്തിന് കൂടുതലൊരു സാധ്യത നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹത്തിൽ നിന്ന് കുട്ടിയുടെ മൃതശരീരത്തിന് ഒരുപാട് പയക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം മിസ്സായതിനു ശേഷം ഏകദേശം 4 ദിവസം ഇപ്പോൾ പിന്നിടുകയാണ്. അപ്പോൾ മൃതശരീരം ഐക്യ നിലയിൽ ഒന്നുമല്ല കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. വസ്ത്രങ്ങൾ കീറിയ നിലയിലും അതുപോലെ തന്നെ മുഖത്ത് മാത്രം ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേവനന്ദയുടെ മൃതശരീരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അവരുടെ കുടുംബം മുന്നോട്ട് വെച്ച ഏക അഭിപ്രായം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു മലയാളി ഡോക്ടറുടെ സാന്നിധ്യം അനിവാര്യമാണ്, അത് വേണമെന്നുള്ളതായിരുന്നു. ഏതായാലും അത് കർണാടക സർക്കാർ പാലിച്ചില്ല. അവരുടെ പോലീസ് അത് തള്ളുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവരുടെ ഈ ഒരു ഉത്കണ്ഠ പരിഗണിച്ചുകൊണ്ട് തന്നെ ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എല്ലാ വീഡിയോകളും അവർ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്വന്തം കുടുംബത്തിന് കൈമാറുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പരിപാടികളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മൃതശരീരം കുടുംബക്കാർക്ക് നൽകുമെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മൃതശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിയുന്ന സമയത്തോടു കൂടി ഈ ഒരു നമ്മൾക്കുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കാൽ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. അത്രക്കുള്ള ചെങ്കുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ചന്ദ്രഗിരി പ്രദേശം എന്ന് പറയുന്നത്. അവിടെ പോയ ആൾക്കാർക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രക്കും അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇപ്പോൾ തന്നെ മൃതദേഹം കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് 1500ഓളം അടി താഴ്ചയിൽ നിന്നാണ്. അവിടെയൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ കുടുംബക്കാർക്ക് ഇത് സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഇത് സംശയങ്ങളുണ്ട്. കാരണം 5 മിനിറ്റിന് മുമ്പേ ഒന്നിച്ച് ഫോട്ടോ എടുത്ത കുട്ടിയെ 5 മിനിറ്റിന് ശേഷം പെട്ടെന്ന് കാണാതായതോടുകൂടി തീർച്ചയായിട്ടും അവർക്ക് തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ടോ, അതുപോലെ മറ്റെന്തെങ്കിലും ഡ്രഗ്സിന് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള മേഖലയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ സംശയമുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കം അവിടെ ഒന്ന് പരിശോധന നടത്തിയ സമയത്ത് അങ്ങോട്ട് പോയിരുന്നു എന്നൊക്കെയാണ് കുടുംബക്കാർ ഇപ്പോൾ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. എന്താണ് നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത്? നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ വെള്ളം മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടെത്തുന്ന ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്. ദുരൂഹത ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കുട്ടീനെ 5:20 ഞങ്ങളുടെ ഫോട്ടോ വിശ്വസിലൊക്കെ ഈ കുട്ടിയുണ്ട്. 5:20, 25 ശേഷമാണ് ഈ കുട്ടീനെ വേറെ ഒരു ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അമ്മ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ 5:20-നും 5:25-നും ഇടയ്ക്ക് ഇപ്പോൾ ഈ ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത്
ഞങ്ങളിൽ ഈ സംഘത്തിൽപ്പെട്ട പലരും ഞാനടക്കം ആ ഭാഗത്തുണ്ട് ഈ സമയത്തിനുള്ളിൽ. ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശക്തമായി ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നഷ്ടപ്പെട്ട സമയം മുതൽ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിലുള്ളൊരു സഹകരണം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ് നമുക്ക് ഉള്ളത്. ഏതായാലും നാട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കുടുംബക്കാരടങ്ങുന്ന സംഘം ഇപ്പോൾ മൃതദേഹം കിട്ടിയെന്ന് പറയുന്ന ആ ചെങ്കുത്തായ സ്ഥലത്തിൻ്റെ താഴെ പോയിട്ട് എല്ലാം തിരഞ്ഞതാണ്. ആ സമയത്ത് അവിടെ അങ്ങനത്തെ ഒരു ബോഡി പോയിട്ട് അങ്ങനത്തെ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹം അവിടെ എത്തിച്ചേർന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പറയുകയാണ് ഈ ശരീരത്തിന് വലിയ കാലപ്പഴക്കം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് കാര്യമായ പരുക്കുകളും അതുപോലെ തന്നെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതൊക്കെ അവരുടെ സംശയ ദൂരീകരണമാണ് തീർച്ചയായിട്ടും നടത്തേണ്ടത്. കർണാടക സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡ്രോണുകളടക്കം പറത്തിക്കൊണ്ട് ഒരുപാട് തെരച്ചിൽ ഈ സഹോദരിക്ക് വേണ്ടി അവർ നടത്തിയ സമയത്ത് പോലും അവിടെ അങ്ങനത്തെ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹം കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവർ നിന്ന കാർ പാർക്കിനും അതുപോലെ തന്നെ അവർ ഫോട്ടോഷൂട്ട് നടത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 150ഓളം മീറ്റർ അകലെ നിന്നാണ് ഇവർ വീണു എന്നുണ്ടെങ്കിൽ തന്നെ അത്രയും ദൂരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് അവരുടെ അച്ഛനായ രമേശൻ തന്നെ പറയുന്നത്. വളരെ ഒരു നിഗൂഢത ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായാലും ദേവനന്ദയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എത്ര സമയത്തെ കാലപ്പഴക്കം മൃതശരീരത്തിന് ഉണ്ട് എന്നും അതുപോലെ തന്നെ എത്രമാത്രം പരിക്കുകൾ ആ ശരീരത്തിലുണ്ട് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതാണ്. ആ സമയത്ത് അത് കിട്ടുന്ന മുറയോടുകൂടി ദേവനന്ദ കാൽവൈദ്യ വീണതാണോ, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പീഡനത്തിനോ അത്തരത്തിൽപ്പെട്ട ശാരീരിക ഉപദ്രവത്തിനോ എന്തെങ്കിലും ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രതിപാദിക്കും. അത് കിട്ടിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ 1500 അടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹം മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പോലീസിനും അതുപോലെ തന്നെ അവിടുത്തെ ദുരന്ത നിവാരണ സേനക്കുമെല്ലാം. അതുകൊണ്ട് തന്നെ താഴെയുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം വളരെ ദൂരെ നടന്നതിന് ശേഷമാണ് അവിടെ നിന്ന് മൃതദേഹം നമ്മുടെ കർണാടക ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ മൃതദേഹം നമ്മുടെ ദേവനന്ദയുടെ കുടുംബത്തിന് കൈമാറുമെന്നാണ് അവിടുത്തെ MLA അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ അടുത്തിടെയാണ് ഇത്തരം മിസ്സിംഗ് കേസുകളെല്ലാം തന്നെ ഈ വിനോദ യാത്രയുമായി ബന്ധപ്പെട്ട് 2ാമത്തെ കേസാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന വീഡിയോ 2ാമത്തെ കേസാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഈ സുരക്ഷാ പരിശോധനകളെല്ലാം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇത്തരം ചെങ്കുത്തായ സ്ഥലങ്ങളിലെല്ലാം യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാല് വൈദ്യ പോയാൽ തന്നെ നമ്മുടെ ജീവൻ അപകടത്തിലാണ് എന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത്തരം അഡ്വഞ്ചറായ സ്ഥലങ്ങളെല്ലാം പോകുന്ന സമയത്ത് വളരെ സുരക്ഷാ വീഴ്ച നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ ദേവനന്ദ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവൻ നമ്മെ വിട്ടു പോകാൻ വേണ്ടി കാരണമായത്. അത്തരത്തിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ വിനോദസഞ്ചാരങ്ങൾക്കോ അതുപോലെ ഇത്തരം SSLC പരീക്ഷകളും അതുപോലെ തന്നെ മറ്റു പരീക്ഷകളും എല്ലാം കഴിഞ്ഞാൽ വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ തീർച്ചയായിട്ടും സുരക്ഷാപരമായിട്ട് എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നതാണ് എന്ന് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അത്തരത്തിൽ സ്ഥലത്തേക്ക് പോകുക. അല്ലാതെ ഇത്തരം നമ്മൾ കേൾക്കേണ്ട വാർത്തകൾ വളരെ സങ്കടവും ദുഃഖവും അതുപോലെ തന്നെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ഒരവസ്ഥകളും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അതിന് സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിനോദ പരിപാടികളും അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണാനും അതുപോലെ തന്നെ സന്ദർശിക്കാനും എല്ലാം ഇനിയും നമുക്കൊരവസരം ഉണ്ടാകും. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട സങ്കട വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.